വൈകുന്നേരം ഒരു 3-3:30 മണിയായപ്പോൾ ഞാനും അമ്മയും കൂടി പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിട്ടാ. വേറൊന്നുമല്ല, നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിന്റെ കല്യാണം ആട്ടോ. അതായത് ചെക്കനും പെണ്ണും രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഡ്രസ്സ് എടുക്കണം, അതുപോലെ തന്നെ അവർക്കും എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അവർക്ക് ഗിഫ്റ്റ് മേടിക്കാന്നുള്ള പണി എന്നെ ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ വൈമാളിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ കയറാണ്ട് പോവാനായിട്ട് പറ്റില്ല കേട്ടോ. അതൊരു നിർബന്ധമാണ്. ഇത്തവണ പോയപ്പോൾ അവിടുത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ആക്സസറീസും ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. ബാംഗിൾസും ഇയറിങ്സും വാച്ചസും ഒക്കെ ഞാൻ നോക്കിയായിരുന്നു. എന്നെക്കാട്ടും കൂടുതൽ അമ്മയാണ് കേട്ടോ നോക്കിയത്. പിന്നെ ഞാനെടുത്ത എല്ലാ സാധനങ്ങളും കൂടി കൂട്ടിയിട്ട് ഞാൻ പോയിട്ട് ബില്ല് ചെയ്യാനായിട്ട് പോയിട്ടോ. ഞാൻ ചെല്ലണ നേരത്ത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോൾ തിരക്ക് കുറഞ്ഞു. പക്ഷെ ഞാൻ മാറിയപ്പോൾ വീണ്ടും അവിടെ തിരക്കായിട്ടോ. അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് ഞാനും അമ്മയും കൂടി നേരെ ബസ് കയറാനായിട്ട് പോയിട്ടാ. ഞങ്ങൾ ലോക്കൽ ബസ്സിൽ കയറിയില്ല കേട്ടോ. പിന്നെ കുറച്ചു നേരം കാത്തുനിന്നപ്പോൾ KSRTC വന്നു. അതിൽ കയറി നേരെ ചേറ്റുവല ഇറങ്ങി. ഇപ്പൊ റോഡ് പണി നടക്കണ കാരണം ചേറ്റുവല ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വണ്ടികളില്ലാത്ത റൂട്ടിൽ കൂടെ കേട്ടോ ഞാനും അമ്മയും നടന്നു വരുന്നത്. പിന്നെ പതിവ് ഞാൻ തെറ്റിച്ചില്ല, ബജിയും മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറത്തു പോയപ്പോൾ എന്റെ ക്യാമറയുടെ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഞാൻ ഊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ കൊടുത്തിട്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഊരാവുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷെ എനിക്ക് പേടിയായിട്ട് ഞാൻ കടയിൽ കൊടുത്തിട്ടാണ് ഊരിച്ചത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന പരിപ്പുവടയും മുട്ട ബജി ഒക്കെ ഞാൻ അകത്താക്കിയിട്ടാ. കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അഞ്ജുനും കിരണിനും കൊടുക്കാനുള്ള ഗിഫ്റ്റ് പൊതിയണ പരിപാടിയിലേക്ക് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. ഈ പേപ്പറൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് എങ്ങനെ വെച്ചിട്ടും ഞങ്ങളുടെ ശരിയാവുന്നില്ല. കാരണം ബോക്സ് വലുതും പേപ്പർ ചെറുതായി പോയി. ഭാഗ്യത്തിന് ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഫാൻ ഓഫ് ആക്കാനാണെങ്കിൽ അച്ഛൻ സമ്മതിക്കൂല. പേപ്പർ ആണെങ്കിൽ ഒരു കണക്കിന് പിടിച്ചിട്ട് നിൽക്കണമില്ല കേട്ടോ. അവസാനം എന്റെ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ സെറ്റാക്കി എടുത്തത്. റാപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ റെഡി ആണ്. ഇനി കൊടുത്താൽ മതി. പണിയെടുത്ത് ക്ഷീണിച്ചാൽ നേരെ പോയിട്ട് അടുക്കളയിൽ നോക്കി വല്ലതും കഴിക്കാനുണ്ടാവുന്നു. അമ്മയാണെങ്കിൽ മാംഗോ ജ്യൂസ് അടിക്കായിരുന്നു കേട്ടോ. അതിന്ന് ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. കാരണം നാളെ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ കല്യാണത്തിന് പോകണം. ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കക്ഷീണം മുഖത്ത് കാണും. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.